നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, ഈ ഒരു മാർച്ച് മെയ് മാസങ്ങളിലെല്ലാം അക്ഷയ കേന്ദ്രങ്ങളിൽ നല്ല തിരക്ക് കുറവുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മാസം അവസാനത്തിലും അടുത്ത മാസം തുടക്കത്തിലുമെല്ലാം അക്ഷയ കേന്ദ്രങ്ങളിൽ നല്ല തിരക്ക് കുറവായിരിക്കും. പിന്നീട് അങ്ങോട്ട് നമ്മുടെ SLC റിസൾട്ട് വരികയും പിന്നീട് +1 അഡ്മിഷൻ, +2 അഡ്മിഷൻ, ഡിഗ്രി അഡ്മിഷൻ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും. ഈ തിരക്കിന് മുമ്പ് തന്നെ നമ്മുടെ ആധാർ കാർഡുമായുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കാനാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ആധാർ കാർഡിലെ നമ്മുടെ പേര്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പോൾ അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. ആധാർ കാർഡിൽ നമ്മുടെ പേര്, നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അതല്ലെങ്കിൽ SLC ബുക്കിൽ എങ്ങനെയാണോ നമ്മുടെ ആധാർ കാർഡിൽ എങ്ങനെയാണോ നമ്മുടെ പേരുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡിലും പേര് വരാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡിലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പല ആളുകൾക്കും ബുദ്ധിമുട്ടുള്ള മറ്റൊരു കാര്യമാണ് ഡേറ്റ് ഓഫ് ബർത്ത്. നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ വെച്ച് നമുക്ക് തിരുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മൊബൈൽ നമ്പർ. നമുക്കറിയാം, ഇപ്പോൾ സർക്കാരിൻ്റെ പല വെബ്സൈറ്റുകളിലും ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ പുതിയ നമ്പർ കൊടുക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ആധാർ കാർഡിൽ ഏത് നമ്പറാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ നമ്പറിലേക്ക് OTP വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ബാങ്കിലുള്ള പണം എടുക്കാൻ വരെ ഈ നമ്പർ വെച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും. നിർബന്ധമായിട്ടും നമ്മുടെ മൊബൈൽ നമ്പർ മാറിക്കഴിഞ്ഞാൽ ആധാർ കാർഡിലെ മൊബൈൽ നമ്പറിന് ലിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക് ചെയ്ത നമ്പർ മാറ്റുക. ഇപ്പോൾ ഈ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ മാറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട്. ഓരോ ദിവസവും ഇവിടെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് വരുന്ന ആളുകൾക്ക് ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് മൊബൈൽ നമ്പർ ഇനിയും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലിങ്ക് ചെയ്യുക. ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ, പ്രായമുള്ള ആളുകൾക്കാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. 40-30 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പ്രവാസികളായ ആളുകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന കാര്യം, ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൽ ID കൂടി അതിലേക്ക് കൊടുക്കുക. എന്നാൽ ആരെങ്കിലും നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റോ മറ്റോ OTP വെച്ച് നമ്മുടെ ആധാർ കാർഡെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് അതിലേക്ക് അലർട്ട് മെസ്സേജ് മെയിൽ വരികയും നമുക്കത് അറിയാനും സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മാസം തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 10 വർഷത്തിലധികമായി ഉപയോഗിക്കാത്ത ആധാർ കാർഡുള്ള ആളുകളാണെങ്കിൽ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. 5 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ, ജൂണിന് മുമ്പ് തന്നെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമായിരിക്കും കുട്ടികളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നീടുള്ള സ്കൂൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു അപ്ഡേഷൻ നിർബന്ധമാണ്. 5 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് നിർബന്ധമായിട്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 15 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ അവരും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. +1 +2 അഡ്മിഷൻ അടക്കമുള്ള പല കാര്യങ്ങൾക്കും ഈ ഒരു അപ്ഡേഷൻ നിർബന്ധമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നീട് 1-2 മാസങ്ങൾക്കപ്പുറം നമ്മൾ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല തിരക്കായിരിക്കും. ആ സമയങ്ങളിൽ കൂടുതൽ ആധാർ കാർഡിൻ്റെ സൈറ്റുകളെല്ലാം ബ്ലോക്കുമായിരിക്കും. ഈ ഒരു അവസാന സമയത്ത് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും